ഹായ് കൂട്ടുകാരെ, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കുറേ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പന്തളത്തേക്കാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, അത് വയ്യെ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ കൊക്കുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ഇവിടെ ഫംഗ്ഷൻ 9 മണിക്കായിരുന്നു കേട്ടോ. ഞാൻ 8 മണിയായപ്പോഴത്തേനും ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ പോസ്റ്റായി കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കാത്തിരുന്ന ആൾ വന്നു കേട്ടോ. വന്ന ഉടനെ വേറെ ഒന്നും നോക്കിയില്ല, രാവിലെ ചായയും പിന്നെ വട്ടയപ്പവും കഴിച്ചു കേട്ടോ. വട്ടയപ്പം എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ അതും കഴിച്ചു. എന്തിനാണ് വന്നതെന്നല്ലേ, ഞാൻ വന്നത് ഇവിടേക്കാണ് കേട്ടോ വന്നത്. ആരുടെ എന്താണെന്നൊക്കെ ഏകദേശം നമ്മുടെ ചില കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണും. അത് നമ്മുടെ ഗംഗ ചേച്ചിയുടെ വീടിൻ്റെ കട്ടള വെപ്പാണ് കേട്ടോ. ഗംഗ ചേച്ചി ആരാണെന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചേട്ടത്തിയും നമ്മുടെ ആദ്യ സ്ട്രീം ഹെവൻ ചാനലിൻ്റെ ഉടമസ്ഥയുമാണ് നമ്മുടെ ഗംഗ ചേച്ചി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കട്ടളവെപ്പ് സമയം പറഞ്ഞത് 9 മണി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഗംഗ ചേച്ചിക്ക് ഒരു എക്സാം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പം പെട്ടെന്ന് കട്ടളയൊക്കെ വെച്ച് ഇറങ്ങാമെന്നുള്ളൊരിതിൽ സമയമായപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കട്ടളവെപ്പ് പരിപാടിയിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ. ഏതൊരു കാര്യത്തിനും നമ്മൾ വിളക്ക് കത്തിച്ച് തുടങ്ങണമെന്നാണല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ കട്ടള വെക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് മോള് കയറി നിന്ന കാരണം കട്ടള പൊക്കുന്ന രംഗമൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. ഗംഗ ചേച്ചി ആദ്യമോളും മേസ്തിരിമാരും കൂടാണ് കേട്ടോ പൊക്കി വെച്ചത്. അങ്ങനെ കട്ടള വെപ്പൊക്കെ മനോഹരമായി കഴിഞ്ഞു. അതിനുശേഷം ഗംഗ ചേച്ചിക്ക് അവിടെ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ. വേഗം തന്നെ ഇറങ്ങി. കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു എക്സാം. ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ചേച്ചി പിന്നെ പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ ഇട്ട് കേട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 11:15 നമുക്കവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 11:10 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തി കേട്ടോ. കൊല്ലം ശ്രീബുദ്ധ കോളേജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് എക്സാം ഉണ്ടായിരുന്നത്. ഞങ്ങളതുകൊണ്ട് തന്നെ അതിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അവിടെ ആകുമ്പോൾ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. നല്ല പൂഴി മണലായത് കാരണം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും അത് നല്ലൊരു അവസരമായിരുന്നു. അതുപോലെ വെയിലും കാര്യങ്ങളും ഒന്നും കൊള്ളാതെ വിശാലമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. എക്സാമിന് കൂടെ വന്ന് ഏകദേശം എല്ലാവരും ഇവിടെയൊക്കെ തന്നെയാണ് വന്നിരുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം തണലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അപ്പം തന്നെ നല്ല ഒരു മൺകുടം കേട്ടോ. മൺകുടത്തിൻ്റെ അകത്ത് വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടുത്തെ അമ്മ നമുക്ക് പാൽപ്പായസമൊക്കെ തന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന്. പിന്നെ പാൽപ്പായസമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലം, ദേവീക്ഷേത്രമാണേ. 11:15 റിപ്പോർട്ട് ചെയ്തിരുന്നാൽ പോലും എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1:30 കഴിഞ്ഞായിരുന്നു. അങ്ങനെ 3:30 കഴിഞ്ഞു കേട്ടോ. നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് വെച്ച് ഇറങ്ങിയപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലതുപോലെ വിശന്ന്. രാവിലെയും ഒന്നും കഴിച്ചില്ലല്ലോ, ആകെ കഴിച്ചത് ആ ചായ മാത്രമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എക്സാം ഹാളിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മന്തി ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ കയറി നമ്മൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അൽഫാം മന്തിയൊക്കെ വന്ന് നല്ല വിശപ്പുള്ളത് കാരണം അധികം നോക്കി നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. വേഗം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും മോള് പറഞ്ഞു അവൾക്ക് ബീച്ചിൽ പോകണം എന്ന്. അങ്ങനെ ഞങ്ങൾ കൊല്ലം ബീച്ചിലും കൂടെ കയറിയിട്ട് എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പം കൊല്ലം ബീച്ചിലൂടെയൊക്കെ കയറിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അധികമായിട്ട് നമുക്ക് ചൂടറിയാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊല്ലം ബീച്ചിലെത്തി. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കടകളും കാര്യങ്ങളും ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം വന്നിട്ട് ഒത്തിരി നാളെന്ന് വെച്ചാൽ 6-7 വർഷത്തിൽ കൂടുതലായി കൊല്ലം ബീച്ചിൽ വന്നിട്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. നേരത്തെ ആയിരുന്നു എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ബീച്ചിലൊക്കെ വന്ന് പിള്ളേരോട് ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ. കടൽ നല്ലതുപോലെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കയറൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഓരോ ആളുകളാണെങ്കിൽ വന്നിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളൊക്കെ വിളിച്ച് ഫിഷിലൊക്കെ അടിച്ച് എല്ലാവരെയും കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്ന് നടക്കുക. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആദ്യമാണെങ്കിൽ കടലമ്മ വന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലവ് ഒക്കെ വരച്ച് വെക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ തിരമാല ഇങ്ങനെ അടിച്ച് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
അതിനുശേഷം നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ബീച്ചിൽ വന്ന ഒരു ഐസ്ക്രീം മസ്റ്റാണല്ലോ. അങ്ങനെ ഗംഗ ചേച്ചിയും മോളും ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയി കേട്ടോ. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ അവിടെ പട്ടം പറത്തുന്നു കേട്ടോ. എപ്പം ബീച്ചിൽ വന്നാലും ആദിക്ക് പട്ടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് പട്ടം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പട്ടമൊക്കെ വാങ്ങിച്ച് അവൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ പറത്തിയൊക്കെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ പറത്തി കഴിയുമ്പോഴത്തേക്ക് ആളങ്ങ് മടുക്കും. എന്നിരുന്നാലും ഒരാഗ്രഹമല്ലേ. അങ്ങനെ പട്ടമൊക്കെ വാങ്ങിച്ച് കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ പറത്തിയൊക്കെ നടന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ ഏകദേശം സമയം അന്നേരത്തേക്ക് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ അടുത്തൊരു കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാം എന്നുള്ളതിൽ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ കുറേ നേരമൊക്കെ അവിടെ അങ്ങനെയൊക്കെ കറങ്ങി നടന്നു കേട്ടോ. എന്തായാലും വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കറങ്ങിയൊക്കെ നടന്നു. പിന്നെ മുകളിലൊരു പാർക്കുണ്ടായിരുന്നു, അവിടെ കയറാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് പാർക്കൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ കാര്യം എന്നൊന്നും അറിയില്ല. അങ്ങനെ പാർക്ക് അടച്ചിട്ടിരുന്ന കാരണം നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ നേരമൊക്കെ അവിടെ നിന്ന് പിള്ളേരെന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞാൽ അവർ ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മണ്ണ് വാരി കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകാം എന്നുള്ളൊരു പ്ലാനിലായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി കേട്ടോ. അവിടെ നിന്ന് വണ്ടിയൊക്കെ തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വഴി അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അതുവഴി പോയി ഒരു ചേട്ടനോട് വഴി ചോദിച്ചു. അപ്പം എന്തോ ഭാഗ്യത്തിന് അവർ നമ്മളെ അങ്ങ് ജംഗ്ഷൻ വരെ കൊണ്ടാക്കി കേട്ടോ. ആദ്യമേ വഴി പറഞ്ഞു തന്നു, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അവർ ഫ്രണ്ടിൽ പോയി നമ്മളെ പൊറോവിന് കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയി അവർ ഞങ്ങളെ മെയിൻ ജംഗ്ഷനിൽ വരെ കൊണ്ടെത്തിച്ച്. ആരാ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വഴി ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും അവർ നമ്മളെ അവിടെ വരെ കൊണ്ടെത്തിച്ച് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മളിങ്ങനെ വന്ന് ഏകദേശം ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 10 മണിയോളം ആയി കേട്ടോ. നമ്മളവിടുന്ന് 6 മണിയായപ്പം തിരിച്ച് കൊല്ലത്തുനിന്ന് എന്നെ കൊണ്ടുവന്ന് ഹരിപ്പാടാക്കിയതിന് ശേഷമാണ് കേട്ടോ ചേച്ചി പന്തളത്തേക്ക് പോകുന്നത്. അവിടുന്ന് ഒരു 2 മണിക്കൂറോളം ഉണ്ട് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, ഹരിപ്പാട് വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ ഈ സലൂണിലൊക്കെ ഒന്ന് കയറി കേട്ടോ. സലൂണിൽ എന്തിനാണ് കയറിയെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ വഴിയേ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോ അതായിരിക്കുമേ എന്തിനാണ് ഞങ്ങൾ സലൂണിൽ കയറിയെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സലൂണിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ ഹരിപ്പാടെത്തിയപ്പം ഏകദേശം ഒരു 10 മണിയായി. അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ വീടിനടുത്ത് തന്നെയുള്ള ദ വെനീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. നമ്മളങ്ങനെ അവിടെ വന്നിട്ട് അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അൽഫാമൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പോടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.